ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് പെന്നിൻ്റെ റീഫിൽ വെച്ചിട്ട് DIY ക്യൂട്ട് പെൻസ് ഉണ്ടാക്കിയെടുത്താലോ? ഒന്നുമില്ല, കടയിൽ നിന്ന് 2-3 റീഫിലും പിന്നെ 2-3 A4 ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം. A4 ഷീറ്റ് എടുത്തിട്ട് നടുമടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാം. ഡിസൈൻസ് വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെറുതാക്കി വരച്ചാൽ മതി. പിന്നെ പേപ്പറിൻ്റെ ഫുള്ളൊന്നും വരക്കണ്ട, പകുതി അല്ലെങ്കിൽ 1/4 ഭാഗം അത് മതി. ഞാൻ ഇവിടെ വരക്കുന്നത് ഗ്രിഡ് ലൈൻസ് ആണ്, കാരണം അത് വരക്കാൻ കുറച്ചുകൂടെ സിമ്പിളല്ലേ. പിന്നെ നമുക്ക് പെന്നിൻ്റെ റീഫിലാണ് വേണ്ടത്. ഞാൻ ചോദിച്ച കടയിലൊന്നും അത് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ പെന്നിൻ്റെ ട്യൂബ് എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മളെടുത്ത പാറ്റേൺ പേപ്പറിൽ ഒരു സൈഡിൽ നിന്ന് ഗ്ലൂ ആക്കിയതിന് ശേഷം നമുക്ക് ഒരു സൈഡ് മുതൽ റോൾ ചെയ്തെടുക്കാം. ഞാനത് റോളാക്കി എടുത്തിട്ടുണ്ട്. റോൾ ചെയ്തെടുത്തതിന് ശേഷം എന്തോ ഒരിത്, അപ്പം ഞാൻ എന്താക്കി, ആ ഗ്രിഡ് ലൈൻസ് നേരെ മാറ്റിയിട്ട് ഫുള്ളങ്ങോട്ട് സ്കെച്ച് ചെയ്ത് കൊടുത്തു. അപ്പം എനിക്കിഷ്ടപ്പെട്ടു ഫുള്ള് ചെയ്തേക്ക്. അപ്പം ഞാനത് മുഴുവൻ ചെയ്ത്. ഇപ്പോൾ പെണ്ണ് റെഡിയായി. ഇനി നമുക്കതിന് ടോപ്പും പാടെ സെറ്റാക്കാം. അതിന് ഞാൻ എടുത്തിക്കണ സെയിം പാറ്റേണിലുള്ള പേപ്പർ തന്നെ എടുത്തിട്ട് അതിൽ ഒന്നും പാടെ ചെറിയ ഗ്രിഡ് ലൈൻസ് ആക്കി കൊടുത്തു. ഞാൻ ചെറിയ ഗ്രിഡ് ലൈൻസ് ആക്കിയതിന് ശേഷം വീണ്ടും ഒരു ഡാർക്ക് യെല്ലോ കളർ എടുത്തിട്ട് വീണ്ടും ആ ഗ്രിഡ് ലൈൻസിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ആക്കി കൊടുത്തു. അപ്പം എനിക്ക് ഒന്നും പാടെ ഇഷ്ടമായിട്ടാ. പിന്നെ ഞാനത് ഫുള്ള് വരച്ചതിന് ശേഷം കുറച്ച് ഭാഗം മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കട്ടാക്കിയെടുത്ത് എന്നിട്ട് പെന്നിൻ്റെ മേലെ കൂടെ അതൊന്ന് റൗണ്ടാക്കി കൊടുത്തു. അത് നമ്മുടെ പെന്നിൻ്റെ ടോപ്പ് ഉണ്ടാക്കാനുള്ളതല്ലേ, അപ്പോൾ കറക്റ്റ് ആണോ നോക്കണ്ടേ. അപ്പോൾ ഞാനതൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഗ്ലൂ ആക്കി കൊടുത്തു. എന്നിട്ട് വീണ്ടും ആ പെന്നിൻ്റെ മേലെ കൂടെ തന്നെ ഞാനതൊന്ന് റോൾ ചെയ്ത് കൊടുത്തു. മുഴുവൻ റോൾ ചെയ്തതിന് ശേഷം ഞാൻ അത് പുറത്തേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ എൻഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മടക്കിയിട്ട് അടീക്കാക്കി കൊടുത്തു. അതൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. നമ്മുടെ ടോപ്പ് സെറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പെന്നുമിട്ട് നോക്കിയിട്ട് അത് ഫിറ്റ് ആണെന്നൊക്കെ നോക്കി ഫിറ്റാണ്. ഇനി നമുക്ക് ഇതിനെ കുറച്ചും കൂടെ ക്യൂട്ടാക്കി എടുക്കണ്ടേ. അതിന് ഞാൻ എൻ്റെ അടുത്തുള്ള കവായി സ്റ്റിക്കേഴ്സ് വെച്ചിട്ടാണ് ക്യൂട്ടാക്കാൻ പോണത്. എന്നിട്ടും എനിക്ക് തോന്നി കുറച്ചും കൂടെ സിമ്പിളായിപ്പോയി. അതുകൊണ്ട് ഞാൻ വേറെ A4 ഷീറ്റിൽ നിന്ന് കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ ആക്കിയതിന് ശേഷം ഈ പെന്നിൻ്റെ അവിടുന്ന് റൗണ്ടാക്കി കൊടുത്തു, റോൾ ചെയ്ത് കൊടുത്തു ഫുള്ള് ആ വൈറ്റ് A4 ഷീറ്റ് മൊത്തം. അപ്പല്ലേ നമ്മൾ പുതിയൊരു സംഭവം കൂടി ചെയ്യുന്നുണ്ട്, ഷൗട്ട് ഔട്ടിന് പേര് വേണ്ടവർ താഴെ കമൻറ്റ് ചെയ്യാട്ടാ. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള കവായി സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് പെന്നിൻ്റെ ടോപ്പിൽ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അത് ഫിറ്റാണോ എന്നൊന്നും പാടെ നോക്കി. എന്നിട്ട് ആ കവായി സ്റ്റിക്കേഴ്സ് കുറച്ച് കേട്ട് ഒട്ടിച്ചു കേട്ടോ ഞാൻ. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടുന്നത് കൊണ്ട് നമ്മളൊരു A4 ഷീറ്റിൻ്റെ കുറച്ച് പീസ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് വരുന്ന ഭാഗങ്ങൾ ഒന്ന് നമുക്ക് കട്ടാക്കി കൊടുക്കാം.
ഞാനത് ഫിറ്റാണോ എന്ന് നോക്കി അതിട്ടതിന് ശേഷം ഇതേമാതിരിക്ക് ഞാൻ 2 പെൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഈസിയായിട്ടാണ് ഞാൻ ഈ പെൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എല്ലാവരും പോയി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.